എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹാദേവനും തങ്കച്ചി ശേഖറും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെ പിള്ളയുണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷൻ മുന്നേ വന്നിട്ട് തങ്കച്ചി ഇങ്ങോട്ട് സഹിക്കുന്നില്ല. തങ്കച്ചി പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ കയറുന്ന ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. എല്ലാം ആ ഗൗരി ഒറ്റ എഴുത്തി കാരണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം, പോലീസ് സ്റ്റേഷനിൽ നിന്നെങ്ങാനും എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരത്തില്ല എന്ന് പറയണം. ഇതോടുകൂടി എന്റെ ജീവൻ തീർന്ന് നിങ്ങൾ കരുതിയാൽ മതി എന്ന് പറയണം. മഹാദേവൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അവിടെ. മനുഷ്യൻ സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന സമയത്താ ഇതെല്ലാം കൂടെ വരുത്തി വെച്ചാരാ? നിങ്ങൾ രണ്ടും കൂടെ തന്നെയല്ലേ അനുഭവിച്ചോളാൻ പറയാം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വലിയ വലിയ പിടിപാടുകളാണല്ലോ. മുഖ്യമന്ത്രി തൊട്ട് അങ്ങ് മന്ത്രിമാരും എല്ലാവരും പിടിപാടുള്ള. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. ദേ തങ്കച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. വേണ്ടാത്ത താരങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ രക്ഷിക്കാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചോണ്ടിരിക്കുന്നവള്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തെന്ന് പറയാണ്. പിന്നീട് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്കച്ചി പറയാം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന എന്റെ ശവമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് വേണിയും കമലയും കൂടെ അങ്ങോട്ട് വരുന്നത്. കൂടെ ശങ്കറുണ്ട്. വേണു വന്നിട്ട് ചോദിച്ചു, അമ്മ ആര് ജയിലിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞേ? ആരാ ജയിലിൽ പോണേന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആരും ഒരിടത്തേക്കും ജയിലിലേക്കൊന്നും പോകുന്നില്ല. അതിനുവേണ്ടിയാ ഞാൻ കമലയിടത്തിന് വിളിച്ചോണ്ട് വന്നേന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് മഹാദേവൻ ചോദിച്ചു, കമല എന്ത് ചെയ്യാനാ വന്നിട്ട്? കമലയിടത്തേക്ക് ഇനി എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം ആ പരാതിയാണല്ലോ. ആ പരാതി കമലയുടെ അങ്ങോട്ട് പിൻവലിച്ചോളൂ എന്ന് പറയാം. അതിന് കമല സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ 4 ഒരിടത്തേക്ക് പോകാൻ പോകുന്നില്ലെന്ന് പറയാണ്. അത് മഹാദേവൻ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സമാധാനമായി, രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണേ. തങ്കച്ചി പറഞ്ഞു, എന്നിട്ട് വേണം ഇനിയിപ്പോൾ ആ ഗൗരിക്കിട്ട് ചെന്നിട്ട് കൊടുക്കാനായിട്ടാ. അവൾ ഒറ്റ എഴുത്തി കാരണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവളെ ഞാൻ ചെല്ലുന്നുണ്ട് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തങ്കച്ചി മനസ്സിൽ പറയാണ്. ഈ സമയത്ത് പിള്ള പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയാണ്. കമലമോള് വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയും. സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി പിൻവലിക്കും. പക്ഷെ അതും കൊണ്ടൊന്നും കേസ് തീരുന്നില്ല മഹാദേവൻ സാറിന് ചോദിക്കുകയാണ്. അതെന്താടാ പിള്ള താൻ അങ്ങനെ പറഞ്ഞേ? കേസ് തീരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡൊമസ്റ്റിക് വയലൻസാ, ഗാർഹിക പീഡനം. അപ്പൊ ഗാർഹിക പീഡനത്തിന്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രതി സ്വമേധയാ കാരണം ആ പരാതി കൊടുത്തയാള് ആ കേസ് പിൻവലിച്ചാലും പോലീസുകാർക്ക് വേണം സ്വമേധയാ കേസെടുക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയണം. പെട്ടല്ലോ എന്ന് ഓർത്ത് മഹാദേവൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ അയാൾ ആ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ കുടുങ്ങൂന്ന് പറയണം. ശേഖരൻ പറയാം, ഒരു കാര്യം ഉറപ്പായി, അപ്പൊ ഇനി നമ്മൾ ജയിലിലേക്ക് തന്നെ പോകേണ്ട വരും അമ്മയെന്ന് പറയണം. തങ്കച്ചി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പോകേണ്ട വരത്തില്ല. അങ്ങനെ പോകേണ്ടതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വിഷം മേടിച്ച് കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം അങ്ങ് തീർക്കുള്ളൂ. അങ്ങനെയെങ്കിലും എല്ലാവർക്കും അങ്ങ് സമാധാനം ആവട്ടെ എന്ന് പറയണം. വേണു പറഞ്ഞു, അമ്മ എന്തൊക്കെ വർത്താനേ പറയണേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. എല്ലാ ഗൗരി കാരണമെന്ന് പറയാണ്. പെട്ടെന്ന് ശങ്കർ ചോദിച്ചു, അമ്മ എന്തിനാ എപ്പോഴും ഗൗരിനെ കുറ്റം പറയണേ? അവൾ എന്ത് തെറ്റിയെന്ന് പറയണേ? ഇപ്പൊ കമലടുത്ത് തന്നെ വന്ന് പറഞ്ഞില്ലേ കമലടുത്ത് പരാതി പിൻവലിച്ചോളാന്ന്. പിന്നെ അമ്മയ്ക്ക് എന്താ അത്ര കേട്? എന്ത് പറഞ്ഞാലും ഉണ്ടൊരു ഗൗരിനെ കുറ്റം പറയാനായിട്ട്. അമ്മ ഇതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നതെന്ന് പറയണം. തങ്കച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതേടാ, പെറ്റ തള്ളാനെ ഇപ്പൊ നീ മറന്നു. നിന്റെ ഭാര്യനെ കട്ടിക്കഴിയുമ്പത്തിന് ഇതിനുള്ള കൂലി നിനക്ക് കിട്ടൂടാന്ന് പറയണം. വേണു പറഞ്ഞു, അമ്മ ഇത് പോലീസ് സ്റ്റേഷനാ, ഒന്നും മിണ്ടാതിരിക്കുക. എങ്ങനെയല്ലോ ഒന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴാണ് ഇവിടെ കിടന്ന അടിയും വഴക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പിള്ള പറഞ്ഞു, ഒരു പോംവഴി ഉണ്ടെന്ന് പറഞ്ഞേ. എന്താ? പരാതി പിൻവലിച്ചോണ്ടായില്ല, കമലമോള് മൊഴി മാറ്റി പറയണമെന്ന് പറയാം. ഇപ്പൊ ഈ നടന്നൊന്നും അങ്ങനെയല്ല നടന്നത്, വേറെ രീതിക്കാണ് നടന്നത്. നിരപരാധിയാണ് ശേഖരൻ, നമ്മൾ തെളിയിക്കണം. എങ്കിൽ മാത്രമേ കേസിന് തലയുരാൻ പറ്റുള്ളൂ എന്ന് പറയണം. മഹാദേവൻ പറഞ്ഞു, കൊള്ളാം, നിന്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്ന പിള്ളേ. നിനക്കെന്തായാലും ഇത്ര ബുദ്ധിയും ബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന അവര് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുവാണ്. അതിനുശേഷം എസ് ഐനെ പോയി കണ്ടിട്ട് എസ് ഐ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കമലയോട്. എന്താണ് അവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കമല പറഞ്ഞു, ഞാൻ തല കറങ്ങി വീണ സാറേ എന്ന് പറയണേ. തല കറങ്ങി വീണതോ? അല്ല, തല കറങ്ങി വീണെന്ന് ഓർത്ത് ഇങ്ങനെ ദേഹത്ത് മുറിവുകളൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കണം. അത് ദേഹത്ത് മുറിവുകളുണ്ടായ തല കറങ്ങി വീണപ്പോ സംഭവിച്ച ശരിയാണോ ഈ പറയണേന്നൊക്കെ ചോദിക്കണം. അതോ ഇനിയിപ്പോൾ ആരുടെയും പ്രേരണ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അല്ല നിർബന്ധിച്ചോന്ന് ചോദിക്കണം ഇങ്ങനെയൊക്കെ പറയണമെന്ന്. കമല കുറച്ച് നിമിഷത്തേക്ക് ഒന്നും മിണ്ടാതിരുന്നു. പെട്ടെന്ന് വേണി പറഞ്ഞു, കമലെടുത്തി പറ, സ്വന്തമായിട്ട് ചെയ്തല്ല, സ്വന്തമായിട്ട് തല ഇറങ്ങി വീണ് കഴിഞ്ഞപ്പോഴത്തേനും സംഭവിച്ചാന്ന് പറ. സത്യമായിട്ടുള്ള കാര്യങ്ങളാ പറയണെന്ന് പറ. അല്ല, ഞാൻ കള്ളത്തരൊന്നും പറഞ്ഞില്ല എന്ന്. പക്ഷെ കമലയുടെ ഉള്ളിക്കുള്ളൊരു തീയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്.
പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ തനിക്ക് ആ കുടുംബത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റുന്നത് കമലയ്ക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് കമല ഇങ്ങനെ വാക്കു മാറ്റി പറയുന്നത്. ഗൗരി എത്രമാത്രം കഷ്ടപ്പെട്ടെന്നുള്ള ചിന്ത കമലയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും? കമല അവിടെ നിസ്സഹായ ആവുകയാണ്. പിന്നീട് കമല പറഞ്ഞു, അല്ല, ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല, ഞാൻ സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞതെന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാദേവനും ശേഖരനും ഒക്കെ ശ്വാസം നേരെ വീണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഇത്രയും വരെ ആയില്ലേ കാര്യങ്ങൾ, അപ്പൊ പിള്ള പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പോ സാറേ ഞങ്ങൾക്ക് പോകാലോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പോ സാറിന് ഇതിനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വേറെ താല്പര്യമൊന്നും കൂടെ ഇല്ലോ? മഹാദേവൻ പറഞ്ഞു, ഇനിയിപ്പോ താല്പര്യം ഉണ്ടേ പോലും സാർ അങ്ങനെ ചെയ്യത്തില്ല പിള്ളേ. കാരണം സാറിന് ഈ മഹാദേവൻ ആരാന്നറിയാം. ഈ മഹാദേവനെ കുറിച്ച് കേൾക്കാത്ത ആരും ഇല്ല ഇവിടെ. പിന്നെ സാർ അങ്ങനെ ചെയ്യുവോ? കേസുമായിട്ടൊന്നും സാർ അങ്ങനെ മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് പോലീസുകാരൻ ഒരു കാര്യം ചെയ്യാം, എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് പോ, എനിക്ക് പരാതിയില്ല, ഞാൻ തലറങ്ങി വീണാന്നൊക്കെ, കുഴപ്പമില്ലാന്ന് പറയണം. ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ കമലയ്ക്കൊരു വെപ്രാളമായി. കമല പെട്ടെന്ന് ഗൗരിയുടെ മനസ്സാ ഓർത്തെ. ഗൗരി പറഞ്ഞതൊക്കെ കമലയെടുത്ത് ആർക്ക് വേണ്ടി പൊരുതുന്നേ? സ്വന്തം കുഞ്ഞിന് ജീവന് വേണ്ടിയിട്ടാ. ആ കുഞ്ഞിന് നീതി കിട്ടണം, അതുകൊണ്ട് ആരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കരുത് കമലയെടുത്തി. ആ പറഞ്ഞ വാചകങ്ങളൊക്കെയാണ് കമലയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പാവം ഗൗരീനെ താൻ ദ്രോഹിക്കുവാണല്ലോ ചെയ്യുന്നതെന്നൊരു ചിന്ത കമലയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കമല രണ്ടും കൽപ്പിച്ച് അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കരഞ്ഞോണ്ടാ, കണ്ണീരൊക്കെ ആ പേപ്പറെ വീഴുന്നുണ്ട്. അങ്ങനെയാണ് കമല സൈൻ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയ്ക്ക് വേറെ നിവൃത്തിയില്ലാന്ന് കമലയ്ക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് കമല അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതിയും മിഥുനും കൂടെ കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ കോഫിക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് രണ്ടുപേരും ഇരിക്കുന്നത്. പെട്ടെന്ന് ആരതിയോട് മിഥുൻ ചോദിച്ചു, അല്ല, ഈ സൺഡേ താൻ ഫ്രീ ആണോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആരതി ഫ്രീ ആണെങ്കിലോ? അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവർ ഓഫ് റോഡ് പോകുന്നുണ്ടായിരുന്നു, അപ്പൊ തന്നെയും കൂടെ ഒന്ന് ക്ഷണിക്കാനായിരുന്നു പറയണം. വേണ്ട വേണ്ട, എനിക്ക് അമ്മാതിരി കാര്യങ്ങൾ ഇഷ്ടമില്ല, ഞാൻ വരത്തില്ല, എന്റെ വീട്ടിൽ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. ഓഹോ, താൻ ഇങ്ങനെ ചൂടാവില്ലടോ, ഞാൻ ഒരു കാര്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞേരെ, അതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലെന്ന് പറയണം. എനിക്ക് അതിനോടും താല്പര്യമില്ല, എനിക്ക് ഇമാതിരി പരിപാടി ഇഷ്ടമില്ല, അറിയാലോ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചുറ്റി കറങ്ങാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ തനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുകയാണ്. തനിക്ക് വേറെ എന്തെങ്കിലും സിനിമയ്ക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, അതോ വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണം? അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. അല്ല, തൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറ, എന്നല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. എനിക്ക് ഫുഡ് കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. കൊള്ളാം, നല്ല ഇഷ്ടങ്ങൾ, ഇതാണോടെ ഇഷ്ടം? ഈ ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉള്ളത്. തൻ്റെ കൺസെപ്റ്റ് എനിക്കിപ്പം മനസ്സിലായെന്ന് പറയാം. പെട്ടെന്ന് മിഥുൻ ചിരിക്കുന്നതാണ്. ഇപ്പൊ ആരതി ചോദിച്ചു, എന്താ ചിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറയണേ. ഈ സമയത്താണ് ധ്രുവനും അഫ്സലും ഷാനും കൂടെ അങ്ങോട്ട് വരുന്നേ. ആരതി ഒന്നും കണ്ടില്ല ധ്രുവനോട് ഒന്ന് മറഞ്ഞു നിൽക്കുക. ധ്രുവനോട് അപ്പൊ അഫ്സൽ പറയാ, നോക്കടാ മച്ചാനെ, ഇതെങ്ങ് നോക്കിയേ, അവളൊക്കെ എന്തുമാത്രം സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് നല്ലൊരു സംശയമുണ്ട്, ജീവിതത്തിലേക്ക് നമ്മുടെ മച്ചാൻ തിരിച്ചു വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനാണോ എന്ന്. ജീവിതം തിരിച്ചു കിട്ടിയത് നമ്മുടെ മച്ചാൻ ഒരു ട്രാജഡി ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം. പെട്ടെന്ന് ധ്രുവൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ആക്കാൻ വരട്ടാ, ഈ ധ്രുവൻ ആരാന്നാ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? മരണത്തിൽ നിന്ന് മുന്നിൽ നിന്നേ തലനാഴിക്ക് രക്ഷപ്പെട്ട് ഞാൻ വന്നതേ ചിലരോടൊക്കെ കണക്ക് ചോദിക്കാൻ വേണ്ടി മാത്രമാ, എന്റെ വിൽ പവർ കൊണ്ട് മാത്രം ഞാൻ തിരിച്ചു കയറി വന്നത്, അല്ലാതെ ഇമാതിരി കളി കാണാനൊന്നുമല്ല. ഇനിയാണ് ധ്രുവൻ ശരിക്കും കളിക്കാൻ പോകുന്നത്. ഇവരങ്ങോട്ട് അർമാദിക്കട്ടെ. ഇതിന് ഈ സന്തോഷത്തിന് അങ്ങ് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന സമയത്തായിരിക്കണം നമുക്ക് നല്ലൊരു അടി കൊടുക്കാൻ വേണ്ടത്. നമ്മൾ നല്ലൊരു അടി കൊടുക്കേണ്ടത് ആ സമയത്തായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് ഷാനു അഫ്സലൊന്നും കാര്യം മനസ്സിലായില്ല. മച്ചാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പോഴാരും ഞാൻ മരിച്ചെന്ന് അറിയരുത്, പിന്നീട് പതുക്കെ വേണം എല്ലാവരും അറിയാനായിട്ട്. ഈ സമയത്ത് അവരും കൂടെ സന്തോഷിക്കട്ടെ എന്ന് പറയാം. അപ്പൊ ധ്രുവൻ മരിച്ചിട്ടില്ല, അപ്പൊ നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുമായിരുന്നു. ധ്രുവന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ബോഡി അടക്കി, എന്തൊക്കെയായിരുന്നു ബഹളങ്ങളായിരുന്നു. പക്ഷെ ധ്രുവൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ധ്രുവൻ അത്രയും വലിയ കെട്ടിന്റെ മുകളിൽ നിന്ന് വീണിട്ട്, പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ധ്രുവൻ ഒന്നും സംഭവിക്കാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുള്ളൂ. പിന്നീട് ധ്രുവൻ പറഞ്ഞു, ബാടാ നമുക്ക് പോയേക്കാം, നമുക്ക് പതുക്കെ ഇവരുടെ മുന്നിലേക്ക് ചെന്ന് പെട്ടാൽ മതി, ഇതിനുള്ള അടി നമുക്ക് പതുക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. പിന്നീട് ആരതിയോട് മിഥുൻ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആരതിയെ ഒന്നുമില്ലാന്ന് പറയണ. മിഥുൻ ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, എന്താ? അല്ല, താൻ എന്നോട് എതിരഭിപ്രായം ഒന്നും പറയല്ലെന്ന് പറയാണ്. പെട്ടെന്ന് ആരതി പറഞ്ഞപ്പോഴേ, വേണ്ട വേണ്ട, അതൊന്നും ശരിയാവത്തില്ല, ഞാൻ ഉമ്മയൊന്നും തരത്തില്ല, എന്നോട് ഉമ്മ ഒന്നും ചോദിക്കില്ലെന്ന് പറയണേ. ഉമ്മയോ? ഇതാരെ എപ്പോ ഉമ്മ ചോദിച്ചു? ഞാൻ തന്നോട് ഉമ്മ ചോദിച്ചോ? ഇല്ലല്ലോ. ആരതി ആകെപ്പാടെ ചമ്മിപ്പോയി. ആരതി ഓർത്ത് എന്താ പെട്ടെന്ന് പറഞ്ഞു, എന്റെ പൊന്നോട്, താൻ ഈ ലോകത്തെങ്ങും അല്ലേ, ഞാൻ തന്നോട് ഉമ്മയൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയണം. ഞാനേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിചയപ്പെട്ട് 2 ദിവസം കഴിയുമ്പോൾ ഉമ്മയൊക്കെ ചോദിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് തെറ്റിദ്ധരിച്ച. മനസ്സിലായി, ഞാൻ അത്തരക്കാരനൊന്നും അല്ല,
എൻ്റെ ദൈവമേ, എനിക്ക് തൻ്റെ കൂടെ ഒരു റീൽസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ റീൽസ് ചെയ്യാൻ എൻ്റെ കൂടെ സഹായിക്കുമോ അതറിയാൻ വേണ്ടിയിട്ടാന്ന് പറയാം. ഓ ഇതാണോ? ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഇത്രയും മാത്രം താൻ എന്നെ വേദനിപ്പിച്ചല്ലേ, എൻ്റെ കൂടെ റീൽസ് ചെയ്തിട്ട് പോയാൽ മതി എന്നങ്ങോട്ട് പറയാണ്. പിന്നീട് ആരുതേനെ അങ്ങോട്ട് വിളിച്ചേപ്പിച്ചിട്ട് അവരവിടെ നിന്ന് കേട്ട് റീൽസ് അങ്ങോട്ട് ചെയ്യുവാണ്, കുറെ ഫോട്ടോസൊക്കെ എടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി വീട്ടിൽ കുറെ കണിക്കൊന്നപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. വിഷുവാണ് നാളെ, എന്ത് ചെയ്യും? ആകെപ്പാടെ മനസ്സിനൊരു സങ്കടമാണ്. വീട്ടിലാണെങ്കിൽ വിഷു എല്ലാം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചാനും, പക്ഷെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഗൗരി ഓർത്തിരിക്കുന്ന സമയത്താണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ ഇങ്ങനെ ഗൗരിയുടെ കണ്ണു പൊത്തിക്കൊണ്ടും കൂടി പോവാണ്. കണ്ണു പൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് കണി കാണിക്കാനും കൊണ്ട് കൊണ്ടേല് വേണം. പിന്നീട് ശങ്കർ പറഞ്ഞു, അതെ ഇപ്പൊ കണ്ണു തുറക്കല്ലോ എന്ന് പറയണം. ശരി ശരി, കണ്ണു തുറക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ കണ്ണയിലെ കൈ അങ്ങോട്ട് വിട്ടു. പിന്നീട് ഗൗരി കണ്ണു തുറക്കുമ്പോൾ കണി കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി ഓടക്കുള്ളിലൊക്കെ വായിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ ഗൗരി വെച്ച്, ഇത് എന്ത് കോലാന്ന് ചോദിക്കണം. ഇതാണിപ്പം കൃഷ്ണൻ, എന്നെ കണി കണ്ടാൽ മതിയെന്ന്, ഈ വർഷം നല്ല ഐശ്വര്യമായിരിക്കും എന്ന് പറയണം. ഗൗരി ഇത് കേട്ട ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ശരിക്കും ഒറിജിനൽ കൃഷ്ണനെ ഇങ്ങനെ വിഷുക്കണിയായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നതൊക്കെയാണ്. അതിന്റെ വിശേഷങ്ങളും കൈനീട്ടം കൊടുക്കുന്നതൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇതൊക്കെ ഗൗരിയുടെ സ്വപ്നമാണോ എന്ന് അറിയില്ല. എന്താണല്ലോ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.